വേദിയിൽ എൻ്റെ ഏറ്റവും സൂപ്പർലേറ്റീവാണ് പ്രിയപ്പെട്ട മാഷ് വസന്ത മാഷ്, അതുപോലെ തന്നെ അധ്യക്ഷൻ ശ്രീ ഉണ്ണികൃഷ്ണൻ, രാവുണ്ണി മാഷ്. പലപ്പോഴും നേരിട്ട് കാണാറില്ലെങ്കിലും അരവിന്ദൻ പണിക്കശ്ശേരി എനിക്കൊരു നിത്യ സാന്നിധ്യമാണ്. അതെങ്ങനെയാണെന്നറിയില്ല. ഒരു മലയാള സാഹിത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഏറെ സ്നേഹനിർഭരമായ ഒരു കാലഘട്ടത്തെക്കുറിച്ചൊക്കെ പലപ്പോഴും പല ഓർമ്മകളിലൂടെ, മുഖപുസ്തകത്തിലൂടെയും അല്ലാതെയും ഒക്കെ ഞാൻ അരവിന്ദൻ പണിക്കശ്ശേരിയെ നന്നായി അറിയാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ചുരുമാരി വിനോദ്, കൽപ്പറ്റ മാസ്റ്റർ മകൾ അപർണ, സരസ്വതി ടീച്ചർ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇവിടെ വന്നപ്പോഴാണ് കൽപ്പറ്റ മാസ്റ്റർ സാന്നിധ്യം ഇത്രയും അധികം ഉള്ള ഒരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ ഒരു ഗൃഹമാണ്, വീടാണ് ഇതെന്ന് അറിഞ്ഞത്. സത്യത്തിലൊരു സ്ഥാപനത്തെക്കാൾ കൂടുതൽ ഗാർഹികമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. മാസ്റ്റർ ഫോട്ടോ മാഷ് നേരിട്ട് എൻ്റെ വീട്ടിൽ 1-2 പ്രാവശ്യം മാഷ് വന്ന അനുഭവം, മാഷ് സാഹിത്യ ചരിത്ര പുസ്തകം എനിക്ക് തന്ന അനുഭവം, മാഷുടെ ഡി വിനേന്ദ്രൻ്റെ കവിതകൾക്ക് മാഷ് എഴുതിയ അവതാരികതൊക്കെ ഞാൻ ഓർക്കുന്നു. അത്രയും ശക്തമായ ആ കവിതയ്ക്ക് അതിലും ശക്തമായ ഒരു അവതാരിക എഴുതിയ കൽപ്പറ്റ മാഷയുടെ ഓർമ്മകൾ എന്നിൽ കാലത്തും നിലനിൽക്കുന്നു എന്ന് വേണം പറയാൻ. പിന്നെ നമ്മൾ പലപ്പോഴും ഏറ്റവും കംഫർട്ടബിൾ ആവുക അല്ലേ, നമ്മൾ ശരിക്കും നമ്മളൊക്കെ പാട്രിയാർക്കൽ തന്നെയാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ, വസന്ത മാഷയുടെ അപ്പുറത്തിരിക്കുമ്പോൾ ഞാൻ ഏറെ കംഫർട്ടബിളാണ്. സത്യമായിട്ടും എത്രത്തോളം കംഫർട്ടബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം കംഫർട്ടബിൾ ആണെന്ന് പറയേണ്ടി. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. മാഷ് എനിക്കിപ്പോഴും ഓർമ്മ, ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് ഗണിതത്തിലുള്ള MSc പഠനമൊക്കെ കഴിഞ്ഞിട്ടാണ് മലയാള പഠന ഗവേഷണ കേന്ദ്രത്തിൽ ഉച്ചയ്ക്ക് മാഷയുടെ പാശ്ചാത്യ സാഹിത്യ ദർശനവും ഒപ്പം പൗരസ്ത്യ കാവ്യ മീമാംസയും കേൾക്കാൻ വരുന്നത്. മാത്രമല്ല, അതോടൊപ്പമുള്ള മാഷയുടെ മലയാളത്തിലുള്ള കവികൾ എടുത്തു വെച്ചുകൊണ്ട്, പ്രത്യേകിച്ച് വൈലോപ്പിള്ളി, അതുപോലെ തന്നെയുള്ള പി കുഞ്ഞിരാമൻ നായർ, അങ്ങനെയുള്ള അനവധി കവികളെ മാഷ് ചേർത്ത് വയ്ക്കുന്ന ഒരു വിധമുണ്ട്. അങ്ങനെയാണ് മാഷ്, എനിക്ക് തോന്നുന്നു OV വിജയൻ സ്മാരക സമിതിയിൽ മാഷ് ഒരു ദീർഘമായ പ്രഭാഷണം മാഷ് നടത്തി. അപ്പൊ അത് എഡിറ്റ് ചെയ്ത് ഞാറ്റുപുര വാങ്മയങ്ങൾ എന്ന പേരിൽ ഞാനാണ്. അപ്പൊ അതിനകത്ത് മാഷയുടെ ലേഖനമാണ് വേറിട്ട് നിന്നത്. ഈ ബാക്കിയെല്ലാം OV വിജയനാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ എന്ന് പറഞ്ഞത് ഏറ്റവും ആദ്യമാണ് മാഷയുടെ ലേഖനം ഞാൻ അതിൽ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല. അതങ്ങനെ എടുത്ത് ചേർത്തു എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ ചരിത്രത്തെക്കുറിച്ച്, സാഹിത്യത്തെക്കുറിച്ച് ഇന്ന് ഒരു എഴുത്തച്ഛൻ പുരസ്കാരത്തിനൊക്കെ അപ്പുറത്ത് മാഷിന്റെ സാന്നിധ്യം നമ്മളെ അത്രയേറെ സന്തോഷിപ്പിക്കുന്നു. നമുക്കത് ഏറെ വിജ്ഞാനം പകരുന്ന ഒന്നായി മാറുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും ഞാൻ ഏത് ചെറിയ ക്ലാസ്സിന് പോകുമ്പോഴും എൻ്റെ ഫൗണ്ടൻ പേന കൊണ്ട് എൻ്റെ നോട്ട് പുസ്തകത്തിൽ എഴുതിയിട്ടാണ് വരിക. ക്ലാസ്സിൽ പോകുമ്പോൾ ഇപ്പോഴും ഞാൻ നോട്ട് തയ്യാറാക്കിയ ഒരു മാഷാണ്. പക്ഷെ നോട്ടായിരിക്കില്ല പറയുന്നത്. ആ നോട്ടിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ ഒരു 4 മണിക്കൊക്കെ എഴുന്നേറ്റുകൊണ്ട് വായിക്കുകയോ എഴുതുകയോ ചെയ്യുന്ന ഒരു സ്വഭാവം ജീവിതത്തിൽ ഇപ്പോഴും തുടർന്നു വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ നിന്ന് കുഞ്ഞുണ്ണി മാഷയെ കുറിച്ച് പറയണമെങ്കിൽ ഇന്നലെ വരെ ഞാൻ പറഞ്ഞതോ എൻ്റെ പുസ്തകത്തിലുള്ളതോ ആയ ഒരു കാര്യം പറഞ്ഞാൽ അത് ശരിയാവുകയില്ല. മറിച്ച് ഞാൻ നിൽക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിൽ കുഞ്ഞുണ്ണി മാഷക്ക് എന്താണ് പ്രസക്തി എന്നാണ്, അല്ലെങ്കിൽ ദ റിയൽ സെൻസ് ഓഫ് കുഞ്ഞുണ്ണി എന്നാണ് ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ മാറി എഴുതും. പലതരം പേനകൾ കൊണ്ടും എഴുതും. അപ്പോൾ ഈ എന്താണ് സത്യത്തിൽ ഈ കുഞ്ഞുണ്ണി എന്ന കവി എന്നുള്ളത് ഞാൻ
കുഞ്ഞുണ്ണിയുടെ പുസ്തകമൊക്കെ എഴുതിയിട്ട് 10-20 കൊല്ലം കഴിഞ്ഞു. ഇപ്പൊ ഞാൻ ഈ അടുത്ത കാലത്ത് ഇവിടെ ഇദ്ദേഹം വിളിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ഫ്രോണ്ടൽ പേന കൊണ്ട് കുഞ്ഞുണ്ണിയെ കുറിച്ച് എഴുതി വെച്ച ചില എഴുത്തുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിലത് പറയാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുഞ്ഞുണ്ണിക്ക് നമ്മൾ ചാർത്തി കൊടുത്ത 2 വിശേഷണങ്ങളാണ്. അതിൽ ആദ്യത്തേത് കുഞ്ഞുണ്ണി ഒരു കുട്ടിക്കവിയോ അല്ലെങ്കിൽ കുട്ടികളുടെ കവിയോ ആണ് എന്നുള്ളതാണ്. മറ്റൊന്ന് കുഞ്ഞുണ്ണി കവിതകൾ തത്വചിന്താപരമാണ് എന്നുള്ളതാണ്. ഞാൻ ഈ 2 വിശേഷണങ്ങളെയും ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഒരു പരിധിക്കപ്പുറം നിഷേധിക്കുന്നു. എന്തിന്? ഞാൻ മാഷയുടെ വിരാട് പുരുഷനും വായിച്ചിട്ടുണ്ട്. കാരശ്ശേരി മാഷ് സമ്പൂർണ്ണത്തിൽ എഴുതിയ അവതാരികയും വായിച്ചിട്ടുണ്ട്. പക്ഷെ ഈ കാരശ്ശേരി മാഷ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ സ്വന്തം വാക്കിലും നോക്കിലും ഒക്കെ വല്ലാതെ ആധുനികത സ്പർശിച്ചൊരു മനുഷ്യനാണ് താനെന്ന് എപ്പോഴും നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ് കാരശ്ശേരി മാഷ്. പക്ഷെ കാരശ്ശേരി മാഷ് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ആധുനികതയുടെയും തത്വചിന്തയുടെയും കള്ളികളിൽ കുഞ്ഞുണ്ണി മാഷെ ഒതുക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ഇദ്ദേഹം ഒരു നോൺസെൻസ് കവിയാണ് എന്ന് പറയാനുമാണ്. പക്ഷേ ഞാൻ അവസാനം പറയുന്ന ആദ്യം പറയല്ല. എൻ്റെ പാശ്ചാത്യ സാഹിത്യ മീമാംസ ക്ലാസ്സുകളിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇത് ഇവിടെ കുറിച്ച് വെച്ച് ഏറ്റവും ഒടുവിലാണ് കുറിച്ച് വെച്ച് എന്ന് തോന്നുന്നു. കവിത എഴുത്ത് കണ്ടുകിട്ടലാണ്, കവിതാ വായന കണ്ടുപിടുത്തവും. അങ്ങനെയല്ലേ മാഷെ? മാഷ് ക്ലാസ്സിൽ എത്ര തവണ ചില സന്ദർഭങ്ങൾ വരുമ്പോൾ എന്തൊരു അത്ഭുതമാണ്, ഒരു ഭൂഖണ്ഡം പോലെ അല്ലേ? ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കുഞ്ഞുണ്ണിയുടെ വരി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വളരെ കുറച്ചു പേര് മാത്രമാണ് മലയാളത്തിൽ കുഞ്ഞുണ്ണി മാഷെ മനസ്സിലാക്കിയത്. MN വിജയൻ മാഷ് ശരിക്കും മനസ്സിലാക്കിയത്. വൈലോപ്പിള്ളിയെ മനസ്സിലാക്കുന്നത് പോലെ തന്നെ മാഷ് മറ്റൊരു രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ പുസ്തകത്തിന് അവതാരിക എഴുതിയതും കുഞ്ഞുണ്ണി മാഷ പുസ്തകത്തിന് MN വിജയൻ മാഷാണ്. പിന്നെ വസന്തമാഷ് പറയണ്ട. വസന്തമാഷ് പലപ്പോഴും പിൽക്കാലത്ത് ഈ പുസ്തകം എഴുതിയ ശേഷം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പുസ്തകത്തിൽ ഒരുപാട് തിരുത്തുകൾ വരുത്തേണ്ടിയിരിക്കുന്നു മാഷോട് സംസാരിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബി രാജീവൻ അദ്ദേഹത്തിന്റെ ഒരുപാട് സ്ഥലങ്ങളിൽ കുഞ്ഞുണ്ണി മാഷയെ കുറിച്ച്, KR ടോണി, അങ്ങനെ ഞാനൊരു ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിരുന്നു അവിടെ വരുന്നതിന് മുമ്പ് ഈ കുഞ്ഞുണ്ണി കവിതകളെ കുറിച്ച് ഒരു കുറിപ്പ് ഇട്ടിരുന്നു. ഞാനത് പറയാൻ കാരണം, ഞാൻ കുഞ്ഞുണ്ണി മാഷെ മാത്രമായിട്ടല്ല ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ചില വീക്ഷണങ്ങളെ, കവിതയെ സംബന്ധിച്ചുള്ള ചില വീക്ഷണങ്ങളെ നമ്മൾ പിൻപറ്റിയ വിധം എന്തെന്നുള്ളതാണ്. അത് പലപ്പോഴും ഈ കവിതയും തത്വചിന്തയും തമ്മിലുള്ള ബന്ധത്തിലൂന്നിയതാണ്. പക്ഷേ അതിലാണ് വസന്തമാഷ ക്ലാസ് വേറിട്ട് നിൽക്കുന്നത്. മാഷ് ഇതൊക്കെ ഈ പാശ്ചാത്യ കാവ്യമീമാംസയൊക്കെ പറയുമെങ്കിലും മാഷ് പിന്നീട് പറയുന്ന ഒരു സംഗതി, അത് ഈ തത്വചിന്തയെ പലപ്പോഴും ബ്രേക്ക് ചെയ്യുന്ന ഒരു സാധനം. അതുപോലെ തന്നെ ഈ വൈലോപ്പിള്ളിയെ തന്നെ വെച്ചുകൊണ്ട് നമുക്ക് നോക്കാം. ഈ വൈലോപ്പിള്ളി എത്രമാത്രം ഈ തത്വചിന്താപരമായ കവിത എഴുതിയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, ചെറ്റയാം വിടൻ മേലിൽ ഞാനിനി മേലിൽ കഷ്ടമെങ്ങിനെ കണ്ണാടി നോക്കും. ഇതെന്ത് തത്വചിന്തയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ചെറ്റയാം വിടൻ ഞാനിനി മേലിൽ കഷ്ടമെങ്ങിനെ കണ്ണാടി നോക്കും. പകരം ഈ ജീവിതം കൊണ്ട്, എഴുത്തുകൊണ്ട്, സ്വന്തം നിരീക്ഷണം കൊണ്ട്, സ്വന്തം കവിതയുടെ കെമിസ്ട്രി കൊണ്ട് ഇത്തരം തത്വചിന്തകളെ മുഴുവൻ പൊട്ടിച്ചെറിയുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും വൈലോപ്പിള്ളിയെ സംബന്ധിച്ച്. താൻ അടക്കമുള്ള സമൂഹത്തെ ആക്ഷേപഹാസ്യത്തിന് അപ്പുറത്തേക്ക് എത്തിക്കുന്ന കവിതയുടെ ഒരു വലിയ തലം നമുക്ക് വൈലോപ്പിള്ളിയിൽ കാണാം. അതുപോലെ തന്നെ കന്നിക്കൊയ്ത്തില് പൊന്നുഷസിന്റെ കൊയ്ത്തിൽ നിന്നൂരി ചിന്നിയെ കതിർ ചുറ്റും കിടക്കി മേബി കൊയ്ത്തുകാർ പുഞ്ചയിൽ ഗ്രാമജീവിത കഥാ നാടകഭൂമി. ആലോചിച്ചു, ഗ്രാമജീവിത കഥാ നാടകഭൂമി. എന്താണ് ഈ ഗ്രാമജീവിത കഥാ നാടകഭൂമി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഓഷോയുടെ റൈറ്റിംഗിൽ ഓഷോ ഒരിടത്ത് പറയുന്നത്, ഈ വടക്കേ ഇന്ത്യയില് ഒരു നാടകം സ്ഥിരം വർഷങ്ങളായിട്ട് ഇങ്ങനെ അരങ്ങേറുന്നത്. അപ്പൊ രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു നാടകമാണ്. അപ്പൊ ഈ രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന നാടകത്തില് ഒരു പ്രത്യേക സമയത്ത് കാമുകനും കാമുകിയും ഇവർ വേർപിരിയും. 10-35 കൊല്ലം ഇവർ നാടകം കളിച്ചു. 10-35 കൊല്ലം നാടകം കളിച്ച ശേഷം പിന്നീടുള്ള ഒരു കൊല്ലം
ആ സ്ഥിരം നാടകം കാണാൻ ആൾക്കാർ വന്നു കൂടിയിട്ടുണ്ട്. അപ്പൊ ഈ കാമുകനും കാമുകിയും വരുന്ന സമയത്ത് അവര് രണ്ടുപേരെയും കാണാനില്ല. അപ്പൊ എവിടെയെന്ന് ചോദിച്ചപ്പോൾ രണ്ടുപേരും ഒളിച്ചോടി. കാരണം ഒരേ നാടകം 35 കൊല്ലം വേർപിരിയുന്നത് കളിച്ച് കളിച്ച് മടുത്തത് കൊണ്ട് അവർ രണ്ടുപേരും ഒന്നിച്ചോടിപ്പോയി ജീവിക്കാൻ തീരുമാനിച്ചു. ഇതാണ് ഈ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത്. ഈ തത്വചിന്തയൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ജീവിതത്തിന്റെ വലിയ വൈരുദ്ധ്യങ്ങളെയാണ് വൈലോപ്പിള്ളി തന്റെ ഗ്രാമജീവിത കഥ നാടകഭൂവിൽ എന്നതിൽ അവതരിപ്പിച്ചത്. അതിന് ഏറ്റവും മനോഹരമാണ് ഇതിനകത്ത് ഫോക്കും വരും. തത്ത പോലെ മണിക്കത് മാത്രം കൊത്തിവെക്കല ഈ കൊച്ചു പെണ്ണി, കൊയ്യുവാനോ നീ വന്നത് കൊള്ളാം, കൊഞ്ചു കളഞ്ചി മീൻ പിടിപ്പാനോ, കൊഞ്ചു കളഞ്ചി മീൻ പിടിപ്പാൻ. ഇടശ്ശേരിയും ഇതൊന്ന് വിഭിന്നമല്ല അല്ലെ? ആലോചിച്ച് നോക്കൂ. 57-ലാണ് 57-ലോ 54-ലോ ആണ് കുറ്റിപ്പുറം പാലം മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിക്കുന്നത്. കുറ്റിപ്പുറം പാലം എന്നുള്ള കവിത ആരംഭിക്കുന്നത് ഇന്നത്തെ ഒരു ആധുനിക കവിക്ക് സാധിക്കില്ല. ഇന്നത്തെ ഒരു ആധുനിക കവിക്ക് സാധിക്കില്ല. എന്താ തുടക്കം? 23 ലക്ഷം ഇപ്പോൾ ചിലവാക്കി നിർമ്മിച്ച പാലത്തിന്മേൽ അഭിമാനപൂർവ്വം ഞാൻ ഏറി നിൽപ്പാൻ അടിയിലെ ശോഷിച്ച പേരാ നോക്കി. 23 ലക്ഷം എന്ന് വെച്ചിട്ട് കവിത തുടങ്ങുന്നത് സാധിക്കില്ല. ഇന്നുള്ള ഒരു പുതിയ കവിയെ വിളിച്ചിട്ട് 23 ലക്ഷം വെച്ചിട്ടൊരു കവിത ചൊല്ലാൻ പറഞ്ഞാൽ സാധിക്കില്ല. ഈ തറവാടിത്ത ഘോഷണത്തെക്കാൾ വൃത്തി കേട്ടിട്ടില്ല മറ്റൊന്നും മൊഴി. ഇതും തത്വചിന്തയെ ബ്രേക്ക് ചെയ്യുന്ന സാധനം. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം. ഈ ഒരു സുധാകരൻ തേലേക്കാട് എന്ന് പറഞ്ഞൊരു കവി ഉണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടാവും. ഞാൻ സുധാകരനെ കുറിച്ച് സാഹിത്യ പ്രമാണത്തിൽ ദീർഘമായ ലേഖനമൊക്കെ എഴുതുകയുണ്ടായി. അപ്പൊ അതിൽ ഒരിടത്ത് ഇദ്ദേഹത്തെ ചങ്ങമ്പുഴയുടെ വളരെ കൃത്യമായ ഒരു ഡിസൈബിളായിട്ട് അല്ലെങ്കിൽ ചങ്ങമ്പുഴ കവിതകളുടെ മറ്റൊരു രീതിയിൽ എഴുതിയ ഒരാളായിട്ടാണ് സുധാകരനെ വിശേഷിപ്പിക്കുന്നത്. സുധാകരൻ എഴുതിയൊരു കവിത ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ ആലോചിക്കണം. കമ്പിത്തൂണുകൾ പോലെ ബസ് സ്റ്റോപ്പിൽ ബസ്സും കാത്തു ഞാനും, തെല്ലു ദൂരത്തായി നീയും, എത്ര ദൂരമാണെന്നോ നമ്മൾ തന്നിടയിൽ, നീ പോകുവതെവിടേക്കോ, കമ്പിയില്ല കമ്പി വഴിക്കുള്ള സന്ദേശം അയച്ചു, നീ റിസീവ് ചെയ്തു ഭാഗ്യം, മന്ദസ്മിതം തൂകുന്നു നിയോൺ ദീപം പോലെ, ടൗൺ ബസ്സേ വന്നാലും നീ ഞങ്ങളെ ഇണക്കുവാൻ, ബസ് സ്റ്റോപ്പിൽ സൗരഭ്യം പരത്തിയ സുന്ദരി, നന്ദി നിനക്കും ഈ സിഗരറ്റ് പാക്കറ്റിനും. നമ്മൾ ആലോചിക്കണം. 50-നും 60-നും ഇടയ്ക്ക് അല്ലെങ്കിൽ 60 കാലഘട്ടത്തിൽ സുധാകരൻ തേലേക്കാട് എന്ന് പറയുന്ന അല്പായുസ്സായ ഒരു കവി എഴുതിയ കവിതയാണ് കമ്പിത്തൂണുകൾ പോലെ ബസ് സ്റ്റോപ്പിൽ ബസ്സും കാത്തു ഞാനും, തെല്ലു ദൂരത്തായി നീയും, എത്ര ദൂരമാണെന്നോ നമ്മൾ തന്നിടയിൽ, നീ പോകുവതെവിടേക്കോ, കമ്പിയില്ല കമ്പി വഴിക്കുള്ള സന്ദേശം അയച്ചു, നീ റിസീവ് ചെയ്തു ഭാഗ്യം, മന്ദസ്മിതം തൂകുന്നു നിയോൺ ദീപം പോലെ, ടൗൺ ബസ്സേ നീ വന്നാലും ഞങ്ങളെ ഇണക്കുവാൻ, നന്ദി ബസ് സ്റ്റോപ്പിൽ സൗരഭ്യം പരത്തിയ സുന്ദരി, നിനക്കുനി സിഗരറ്റ് പാക്കറ്റിന്. അപ്പോഴത്തെ ഒരാളെ സിഗരറ്റും വലിച്ചു നിൽക്കണ്ടായിരുന്നു. അപ്പം സുന്ദരിക്ക് നന്ദി, സിഗരറ്റ് വലിക്കാത്ത സുധാകരൻ തേലേക്കാട് സിഗരറ്റ് പാക്കറ്റിനും നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് കവിത അവസാനിപ്പിക്കുന്നു. ഞാൻ കുഞ്ഞിനയുടെ ഒരു കവിത ചൊല്ലാം. ആറ്റിൽ അങ്ങേക്കടവിൽ കുളിക്കുമ്പോഴല്ല, കൂട്ടുകാരൊത്തു കോളേജിൽ പോകുമ്പോഴല്ല, പൂവ് ചോദിച്ചും പുസ്തകം ചോദിച്ചും പുന്നാരം ചോദിച്ചും പ്രേമമുണ്ടാകുവാൻ അർത്ഥിച്ചുമല്ല നിന്നോടടുത്തത്, നിന്നെ കണ്ടതും നിന്നോടടുത്തതും ആണ്ടറുതി പരീക്ഷയ്ക്ക് ഉറക്കൊഴിഞ്ഞ് ആറ്റം തിയറി വായിക്കുമ്പോഴത്രേ, കേട്ടപ്പോൾ കാണാൻ തോന്നി, കണ്ടപ്പോൾ കെട്ടാൻ തോന്നി, കെട്ടിയപ്പോൾ പെട്ടുപോയെന്നും തോന്നി, തോന്നലാണെന്നതെല്ലാം ആശ്വാസം എന്നതും തോന്നി, ഇത്തിരി കുടിക്കണം ഇത്തിരി തിണ്ടാടണം, ഒത്തെന്നാൽ സത്യത്തിനെ കൊഞ്ഞനം കാണിക്കണം, നല്ലോനായാൽ കേവലം ഒരു രസമുണ്ടാം, തെല്ലുചീത്തോടായാലോ വിവിധ രസമുണ്ടാം. ഏത് കാറ്റഗറി പെടുത്തും? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ധാരാളം കവിത എഴുതുന്ന ആധുനികരായ കവികളുള്ള ഈ കാലഘട്ടത്തിൽ ഞാൻ കമ്പയർ ചെയ്യുകയല്ല. പക്ഷേ ഈ എന്താ പറയാ, ആറ്റം തിയറി വായിക്കുമ്പോൾ എങ്ങനെയാണ് പ്രണയം ഉണ്ടാകുന്നത് എന്നും ആ പ്രണയം പിന്നീട് കാണാൻ തോന്നുന്നതും കേട്ടപ്പോൾ കാണാൻ തോന്നുന്നതും കണ്ടപ്പോൾ കെട്ടി നോക്കിയതും കെട്ടിയപ്പോൾ പെട്ടുപോയെന്ന് തോന്നിയതും തോന്നലാണ് എല്ലാം ആശ്വാസം എന്നതും ഒക്കെ വരുമ്പോൾ
ആ കാഴ്ച ഒരുപക്ഷെ ട്രംപിലേക്ക് വരെ നീളുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു അന്താരാഷ്ട്ര വ്യവസ്ഥയെ കുറിച്ച് തൻ്റെ നാട്ടിലെ ഒരു സാധാ പ്രണയത്തെ ഇത്രയും യൂണിവേഴ്സലായിട്ട് കൊണ്ടുപോയ ഒരു കവി കൂടിയാണ്. കാരണം എനിക്ക് ഇപ്പോഴും അജ്ഞാതമാണ് ഈ കവിയുടെ കെമിസ്ട്രി എന്താണുള്ളത്. ഇനി ഞാൻ വേറെന്ന് പറയും, ഈ പോയട്രി ആൻഡ് ഫിലോസഫിയെ കുറിച്ച് പറയുമ്പോൾ ഈ ഇന്റർ കണക്റ്റഡ് ഡിസൈപ്പിൾസ് ആണെന്ന് പറയുന്നത്, ഡിസിപ്ലിൻസ് ആണെന്ന് പറയുന്നുണ്ട്. ഈ മനുഷ്യന്റെ നിലനിൽപ്പിനെ കുറിച്ച്, അതുപോലെ തന്നെ ഭാവനാത്മകമായ ഇൻസൈറ്റിനെ കുറിച്ച് ഇത് രണ്ടും ചേർന്ന് വരുന്നത്. അപ്പൊ അതിനകത്ത് വേറൊന്ന് പറയുന്നുണ്ട്. ഹിസ്റ്റോറിക്കലി they have intersected with poets using philosophical themes, being time. രണ്ട് നോക്കണം, being time, and philosophers using poetic devices to explore consciousness. ഞാൻ എന്താ being time എന്ന് പറഞ്ഞാൽ അറിയോ? കാലമില്ലാതാകുന്നു, ദേശമില്ലാതാകുന്നു, കവിതയെ നീ എത്തുമ്പോൾ ഞാനും ഇല്ലാതാകുന്നു. ഞാൻ ഫിസിക്സ് പഠിച്ച ഒരാളാണ്. എനിക്ക് കുഞ്ഞിന് മാഷ് എവിടെയും ഫിസിക്സ് പഠിച്ചിട്ടില്ല. കാലമില്ലാതാകുന്നു, ദേശമില്ലാതാകുന്നു, കവിതയെ നീ എത്തുമ്പോൾ ഞാനും ഇല്ലാതാകുന്നു എന്ന് പറയുമ്പോൾ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ബീയിങ് എന്ന് പറയുന്ന ഒരു അവസ്ഥ, സമയം, ഈ രണ്ടിനെയും മാഷ് ബ്രേക്ക് ചെയ്യാൻ. ആലോചിച്ച് നോക്കൂ, കാലമില്ലാതാകുന്നു, ദേശമില്ലാതാകുന്നു, കവിതയെ നീ എത്തുമ്പോൾ ഞാനും ഇല്ലാതാകുന്നു. ഞാൻ ആലോചിച്ച് നോക്കി. കാരണം ഈ ഫിലോസഫിയും പോയട്രിയും തമ്മിലുള്ള ബന്ധത്തെ മാഷ് ഊട്ടി ഉറപ്പിക്കുകയല്ല ചെയ്തത്, തത്വചിന്തയെ പൊട്ടിച്ചു കളയാണ് ചെയ്തത്. പക്ഷെ നമുക്ക് തോന്നുന്നു അത് തത്വചിന്തയാണ് എന്നുള്ളത്. കാരണം അത്രയധികം ഡയറക്റ്റ് മീറ്റിംഗ് ആണ്. ഒരു തുള്ളി അമ്മിഞ്ഞ പാലിൻ പരപ്പാണ് ഈ ആകാശം. ഒരു കവി പിൽക്കാലത്ത് അങ്ങനെ, ഒരു തുള്ളി അമ്മിഞ്ഞ പാലിൻ പരപ്പാണ് ഈ ആകാശം. പിന്നെ ഒരിക്കലും മാഷ് എന്നിലൂടെ എന്നുള്ള ഒരു അനുഭവം പറയുന്നുണ്ട്. ഈ ഇങ്ങനെ ചിന്തിച്ച് വന്നപ്പോൾ അമ്മി എന്നാൽ അരകല്ല്. അപ്പൊ മാഷ് തന്നെ പറയുന്നുണ്ട്, ഇല്ലല്ല, എന്തോ ഒരു പ്രശ്നമുണ്ട്, ഇതൊരു കവിതയല്ല, ഇതല്ല ഉണ്ടാവേണ്ടിയിരുന്നത്. അപ്പോൾ അങ്ങനെ മാഷ് കുറച്ചു നേരം കൂടി ആലോചിച്ചപ്പോൾ ഒരു വരി പൊട്ടി വീഴുകയാണ്. അമ്മ എന്നാൽ അമ്മിഞ്ഞക്കല്ല്, അമ്മ എന്നാൽ അമ്മിഞ്ഞക്കല്ല്. ആലോചിച്ച് നോക്കൂ, ഈ പലപ്പോഴും നമ്മളുടെ കവികളിൽ ഈ കവിത വരുന്ന വഴി അല്ലെ, കവിതയെ നീ എത്തുമ്പോൾ ഞാനും ഇല്ലാതാകുന്നു. ആ കവിതയുടെ വരവുണ്ടല്ലോ, ഈ വരവിനെ കുറിച്ച് സത്യത്തിൽ കുഞ്ഞുണ്ണിയെ സംബന്ധിച്ചുള്ള ആ ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, ഒന്നും വേണ്ട. ശങ്കരാചാര്യരുടെ നാഭീസ്തനഭര നാഭീദേശം ദൃഷ്ട്വാ മാഗാ മോഹാവേശം ഏതൻ മാംസവസാദി വികാരം മനസ്സി വിചിന്തയ വാരം വാരം. ഞാൻ ഈ ചോക്കുമഷി കൊണ്ട് അത് എഴുതിയത്. കാരണം സ്ത്രീകളുടെ ശരീര സൗന്ദര്യം കണ്ട് മോഹിക്കരുത്, അതിലുള്ളത് മാംസവും കൊഴുപ്പുമാണെന്ന് വീണ്ടും വീണ്ടും തിരിച്ചറിയുക. ശങ്കരാചാര്യ പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ കുഞ്ഞുണ്ണി പറഞ്ഞു, ബ്രഹ്മസത്യം ജഗത് മിഥ്യ ബ്രായും ഭ്രഷ്ടുണ്ടാക്കി. എന്തൊരു വണ്ടർഫുൾ സംഭവമാണിത്. ഇത് ബ്രഹ്മസത്യം ജഗത് മിഥ്യ. സത്യത്തിൽ ഇങ്ങനെയുള്ളൊരു വേദിയിൽ ഇത് തുറന്ന് പറയാൻ കഴിയുന്നത് എന്റെ മിടുക്കല്ല, കുഞ്ഞിന് മാഷ് എഴുതി വെച്ചതിന്റെ അസാധാരണമായ മിടുക്കും തന്റെ ഇടവുമാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ വേദിയിൽ നിന്ന് പറയുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഈ വേദിയിൽ നിന്ന് പറയാൻ പറ്റില്ല. ആലോചിച്ച് നോക്കണം, ശങ്കരാചാര്യൻ നമുക്ക് പറയാൻ വേണമെങ്കിൽ, പക്ഷെ കുഞ്ഞിനെ പറയാൻ പറ്റുമോ? പക്ഷെ കുഞ്ഞിനെ അത് അതിമനോഹരമായി തിരുത്തി ഭൗതിക ജീവിതത്തിന്റെ ഇന്ററാക്ഷനിലൂടെ, അത് അവിടെയാണ് ഞാൻ പറയുന്നത്. കുഞ്ഞുണ്ണിക്ക് സത്യത്തിൽ ഈ ഭൗതിക ജീവിതവുമായിട്ട് നമ്മളൊന്നും ഇന്ററാക്ട് ചെയ്ത പോലെയല്ല കുഞ്ഞുണ്ണി ഇന്ററാക്ട് ചെയ്തത് എന്നുള്ളതാണ്. കുഞ്ഞുണ്ണി എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഈ ഭൗതിക ജീവിതവുമായി ഇന്ററാക്ട് ചെയ്ത വിധമാണ്, അല്ലെങ്കിൽ പച്ചയായ ഭൗതിക ജീവിതത്തെ കുഞ്ഞുണ്ണി മാഷ് എങ്ങനെ എക്സ്പ്ലോർ ചെയ്തു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് വൈലോപ്പിള്ളിയെയും ഇടശ്ശേരിയെയും സുധാകരൻ തേലേക്കാടിനെയും സൂചിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ ഭൗതിക ജീവിതത്തെ എക്സ്പ്ലോർ ചെയ്ത ഒരു വിധത്തിന്റെ മറ്റൊരു തുടർച്ച നമുക്ക് കുഞ്ഞുണ്ണിയിൽ കാണാം, അല്ലെ? ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞ സുധാകരൻ തേലേക്കാടിനോട് പിന്നീട് ആരോ പറഞ്ഞു, താനൊരു തൊട്ടാവാടിയാണല്ലോ എന്ന് പറഞ്ഞത്. അപ്പൊ സുധാകരൻ അടുത്ത മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് എഴുതി, തൊട്ടാവാടി എന്ന് എന്നെ പുച്ഛിച്ചിട്ട് അഹങ്കാര സ്പൃഷ്ടമാം ലോകത്തിന്റെ ചുണ്ടുകൾ പുലമ്പുന്നു. ഒരു കാറ്റൊന്ന് ഓതേണ്ട താമസം, പാവം വേർത്തു വീഴതും നിറം മങ്ങിച്ചുള്ളും ഭയത്തിനാൽ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു, സുധാകരൻ പറഞ്ഞു,
വാടാൻ കഴിയാതെ ചിരിച്ചേ നാൾ പോക്കുന്ന വാടാമല്ലികയാവാൻ ഇല്ലെനിക്ക് ഒട്ടും മോഹം. ഇനിയും ജനിക്കാവു തൊട്ടാവാടിയായി ഞാൻ ഈ ഭരതൻ ശോകം വഹിച്ചെടുക്കുവാൻ. ആലോചിച്ച് നോക്കൂ, എത്രമാത്രം കവിത ഇന്ററാക്ട് ചെയ്യുന്നു ഭൗതിക ജീവിതത്തോട്, മനുഷ്യരോട്, മനുഷ്യരുടെ പ്രവൃത്തികളോട് എന്നുള്ളതാണ്. ഈ ഒരു ഇന്ററാക്ഷൻ കുഞ്ഞുണ്ണിയിലുണ്ടായ വിധമാണ് കുഞ്ഞുണ്ണി കവിതകൾ. ഇത് ഒരുപാട് ഇപ്പോ ബാലാമണിയമ്മയിലൊക്കെ നമ്മൾ ഇത് കാണാൻ വേറെ ഒന്നാണ്. ബാലാമണി ഇപ്പൊ നമ്മൾ പറഞ്ഞ മാതൃത്വത്തിന്റെ കവി എന്നൊക്കെ പറയുമ്പോഴും ബാലാമണിയമ്മ പറഞ്ഞു വേറൊരു തിരിച്ചു മറ്റു രീതിയിലാണ്. ഓമലേ നിന്നിൽ അപൂർണത ചേർത്തിടായി മുലപ്പാലിൻ ദൗർബല്യങ്ങൾ എന്ന് പറഞ്ഞ കവിയാണ് ഓമലേ. മറ്റൊരു കവിയും മലയാളത്തിൽ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല ഓമലേ നിന്നിൽ അപൂർണത ചേർത്തിടായി മുലപ്പാലിൽ. മുലപ്പാല് ഏറ്റവും മഹത്തരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മുലപ്പാലിനകത്ത് ദൗർബല്യമുണ്ട്. ആ ദൗർബല്യം നിന്നെ ബാധിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ മലയാളത്തിലെ ഏക കവി മറ്റേ ആരാണ്? ബാലാമണിയമ്മയാണ്. നമ്മൾ അതുകൊണ്ടായിരിക്കണം മാതൃത്വത്തിന്റെ കവി എന്ന് അവരെ വിളിക്കുന്നത് എനിക്ക് തോന്നുന്നു. അല്ലാതെ മാതൃത്വത്തെ ആദർശാത്മകമായി ചിത്രീകരിച്ചതുകൊണ്ടല്ല. മാതൃത്വത്തെ ആദർശാത്മകമായോ അല്ലെങ്കിൽ തത്വചിന്താപരമായോ അല്ലെ, ഇടശ്ശേരി പറയുന്നുണ്ട് ആടിനെ ഇടയനെ അരജനെ. ആടിനെ ഇടയനെ ബിംബിസാറിന്റെ ഇടയല്ല പറയുന്നത്. ആടിനെ ഇടയനെ അരജനെ പെണ്ണാടേ പെണ്ണാടേ നീ പെറ്റു പല പേരെ. ആടിനെ ഇടയനെ അരജന പെണ്ണാടേ നീ പെറ്റു പല പേരെ. നേടിയതെന്ത് അപവർഗം ഇതേവരെ നെടുതാം വീർപ്പുകളല്ലാതെ. ദീർഘനിശ്വാസങ്ങൾ ഈ കാലഘട്ടത്തിൽ പോലും ദീർഘനിശ്വാസങ്ങളല്ലാതെ നീ എന്തു നേടി? അതിനെ ഇടയനെ അരജനെ പെണ്ണാടേ പെറ്റു പല പേരെ നേടിയതെന്ത് അപവർഗം ഇതേവരെ നെടുതാം വീർപ്പുകളല്ലാതെ. അതുപോലെ തന്നെ സഫലമീ യാത്ര നോക്കിയോ കക്കാടിന്റെ എത്ര ഭൗതികമായ ഒരു ഇന്ത്യൻ ജീവിതത്തോടാണ്. ഇപ്പൊ നോക്കുമ്പോഴാണ് ഈ സഫലമീ യാത്ര വായിക്കുമ്പോൾ അല്ലെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതൊരു വ്യക്തിയല്ല. 3 പതിറ്റാണ്ടുകൾ നീണ്ടറിയാത്ത ഈ യാത്രയിൽ എത്ര കൊഴുത്ത ചവർപ്പ് കുടിച്ചു വറ്റിച്ചു നാം ഇതിരിശാന്തിതൻ ശർക്കര നുണയുവാൻ. ഇന്ന് ലോകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ജനാലയിലൂടെ ലോകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്ര കൊഴുത്ത ചവർപ്പ് കുടിച്ചു വറ്റിച്ചു നാം. 3 പതിറ്റാണ്ടുകളൊക്കെ കഴിഞ്ഞു, 4 പതിറ്റാണ്ടുകൾ, 5 പതിറ്റാണ്ടുകളൊക്കെ കഴിഞ്ഞു. പക്ഷേ എങ്ങനെയാണ് ഇന്ത്യൻ ഭൗതിക ജീവിതത്തോട്, ലോക ജീവിതത്തോട് ഒരു കവി പടവെട്ടിയത് അല്ലെ? തന്റെ തൊണ്ടയിലെ വേദനാജനകമായ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് ഓരോ നിറം കൊണ്ട് രൂപമളന്നും ഓരോ മരുന്നുകളിൽ അന്തികളിലെഞ്ഞും ഒരു നേർത്ത കരസ്പർശത്തിൽ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ആതിരരാവ് വരുന്നുണ്ടെങ്കിൽ പോലും ഈ ആതിരരാവിനപ്പുറത്തുള്ള ഇന്ത്യ എന്ന യാഥാർത്ഥ്യത്തെ കുറിച്ച് സഫലമീ യാത്ര നമ്മളോട് സംസാരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിനകത്തൊക്കെ അപ്പോൾ നമ്മള് അതുപോലെ ബസ്സെത്താത്തൊരു ബന്ധപ്പാടിൽ നീ തൊട്ടുപോലുമേ എങ്ങും എത്തേണ്ടതില്ല ഞാൻ. തള്ളക്കില്ല മുലയെങ്കിൽ പിള്ളക്കില്ലേ തള്ളവിരലേ. ആലോചിച്ച് എന്തൊരു വലിയ നിഷേധമാണ്. തത്വചിന്തയാണോ? അല്ല. തള്ളക്കില്ല മുലയെങ്കിൽ പിള്ളക്കില്ലേ തള്ളവിരൽ. വിരല് കുടിക്കണ്ടെന്നല്ല പറയുന്നത്. നിന്റെ വിരല് അതാണ് നിനക്ക് അതിനേക്കാൾ വലുത്. നിന്റെ ധ്യാനം നിന്റെ തള്ളവിരലിലുണ്ട് അല്ലേ? നിന്റെ ധ്യാനം നിന്റെ തള്ളവിരലിലുണ്ട് എന്നുള്ളത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഞാൻ അതിനകത്തുള്ള ഒരു പൊളിറ്റിക്സ് പറയുകയാണ്, ഒന്നും തോന്നരുത്. പക്ഷെ ഇതേ കുഞ്ഞിനി മാഷ് ബാലഗോകുലം പരിപാടിക്ക് പോകും. പക്ഷേ കനത്ത ഇന്ത്യൻ ഹൈന്ദവതയാണ് മാഷ് എന്ത് ചെയ്തിരിക്കുന്നത്? കോൺട്രഡിക്ട് ചെയ്തിരിക്കുക മാഷ ജീവിതം കൊണ്ട്, മാഷ കവിത കൊണ്ട്. പക്ഷെ മാഷ അറിയാതെ അവിടേക്കൊക്കെ അപ്പൊ അങ്ങനെയാണ് ഒരു കവി എഴുത്തുകാരനൊക്കെ. അവർ പല തലങ്ങളിൽ പലതായിരിക്കും. ആ പലതായ അവരെ നമുക്ക് ഒരു കള്ളിയിൽ ഒതുക്കാൻ പറ്റില്ല എന്നുള്ളത് മാഷെ കണ്ടാൽ നമ്മൾ പഠിക്കുക. വിജയനെയോ വൈലോപ്പിള്ളിയെയോ ഒക്കെ ഒരൊറ്റ ഇസത്തിന്റെ പേരിൽ നിങ്ങൾക്ക് തളച്ചിടാനാവില്ല എന്നതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് കുഞ്ഞുണ്ണിയും. അത്രയധികം യാഥാസ്ഥിതികതയെ പൊളിച്ചെറിഞ്ഞ കവിയായിരുന്നു കുഞ്ഞുണ്ണി. ഇതിനകത്തൊരു ചെറിയൊരു ഉദാഹരണം പറയാം. നല്ല മകൻ എന്ന് പറഞ്ഞ് കുഞ്ഞുണ്ണി മാഷ് കുറെ കഥ എഴുതി, അതിലൊന്നും നല്ല മകനാണ്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, വസന്ത മാഷ് സംസാരിക്കാനുണ്ട്. നല്ല മകൻ എന്നുള്ള കഥ ഇങ്ങനെയാണ് കേട്ടോ. ഈ വടക്ക് ഗോകർണം മുതൽ തെക്ക് കന്യാകുമാരി വരെ മാഷ എഴുത്തെങ്ങനെയാണ്? വടക്ക് ഗോകർണം മുതൽ ശിവന്റെ ചെവിയിൽ ലിംഗം പൂഴ്ത്തി രമിക്കുന്ന ഗോവിന്റെ ചെവിയിൽ ലിംഗം പൂഴ്ത്തി രമിക്കുന്ന ശിവൻ സദാരഥി. മാഷ അങ്ങനെ എഴുതി, സദാരഥി. അപ്പുറത്ത് കന്യാകുമാരി, ഒരിക്കൽ പോലും രതി അനുഷ്ഠിക്കാത്ത നിത്യകന്യകയായ കുമാരി.
ഈ രണ്ട് വൈരുദ്ധ്യങ്ങളാണ് എന്നെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഈ രണ്ട് വൈരുദ്ധ്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരിടത്ത് സദാരതി, ഒരിടത്ത് അനാരതി. ഈ രണ്ടിന്റെയും ഇടയിൽ നല്ല മകനായി ഞാൻ ജീവിക്കുന്നു. കഥയാണിത്. നല്ല മകൻ എന്നാണ് കഥയുടെ പേര്. ഈ രണ്ട്, അതായത് എങ്ങനെ ഈ വൈരുദ്ധ്യങ്ങൾ കിടക്കുന്നത്? ഗോകർണത്തിൽ, അതായത് ഈ ഗോവിന്റെ ചെവിയിൽ അല്ലെ LGBT ഒക്കെ ശിവന്റെ ഉണ്ട് അല്ലെ. ശരിക്കും പറഞ്ഞ കുഞ്ഞിനി ഭാഷ LGBT ആണ്. ഈ LGBT പുതിയ കാലത്താണ് നമ്മള് ലെസ്ബിയൻ അല്ലെ, ഗേ, പിന്നെ ബൈസെക്സ്വൽ, പിന്നെ ട്രാൻസ്ജെൻഡർ. ഇത് മാസ്റ്റർ കവിത, മാഷ ഈ സാധനത്തിനൊക്കെ വളരെ ഭംഗിയായിട്ട് കവിതയിൽ ഉപയോഗിച്ച ഒരാളാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം അല്ലെ. അപ്പൊ ഇവിടെ ഇത്തരം അവസ്ഥകളെയൊക്കെ ഇതാ മാസ്റ്ററുടെ കവിത ഉണ്ട്. രാത്രി മുഴുവൻ നടന്നിട്ട് ഒരു ഇരയെ കിട്ടാത്ത പെണ്ണ്, അവള് സൂര്യനോടാ സംസാരിക്കുന്നത്. സൂര്യ, നീ എന്റെ അടുത്ത് വന്ന് കിടന്നുകൊള്ളുക. സൂര്യ, നീ എന്റെ അടുത്ത് വന്ന് കിടന്നുകൊള്ളുക. ഇന്നലെ അത്താഴ പഷ്ണി ഇട്ടവർക്ക് സർവർക്കും രാത്രിയാകട്ടെ ഈ പകൽ. ഇതിലും വലിയ കവിത ലോകത്തുണ്ടോ? സൂര്യ, നീ എന്റെ അടുത്ത് വന്ന് കിടന്നുകൊള്ളുക. സൂര്യനോടാണ്, സൂര്യനോട് പറയുന്നല്ലേ. സൂര്യനുമായിട്ട് എന്താ പറയാ, ഇന്ററാക്ട് ചെയ്ത ഒരു പൂർവ്വ ചരിത്രം നമുക്കുണ്ട് അല്ലെ. കർണൻ ജനിക്കുന്ന അങ്ങനെയാണെന്നുള്ളതാണ് അല്ലെ. പക്ഷെ അതിലും വലിയൊരു ചോദ്യമാണ്, സൂര്യ, നീ എന്റെ അടുത്ത് വന്ന് കിടന്നുകൊള്ളുക. ഇന്നലെ അത്താഴ പഷ്ണി ഇട്ടവർക്ക്, ഇന്നലെ അത്താഴ പഷ്ണി ഇട്ടവർക്ക്. ആരാ പറയാ? മാസ്റ്റർ പറയാൻ മടിയൊന്നുമില്ല. മാഷ് അതിന് വേറെ വാക്ക്, മാഷ് വേശ്യ തന്നെയാ പറയാ. മാഷ് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് കൊണ്ട് മാഷ് അങ്ങനെ ആവാതെ. പക്ഷെ മാസ്റ്റർ പ്രത്യേകത അതാണ് അല്ലെ. പണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞു, ആ കിരിയത്ത് നായരെ തല്ല വടി എടുത്തുകൊണ്ട് പോകാം. വൈക്കം മുഹമ്മദ് ആ കിരിയത്ത് നായരെ തല്ല വടി, ഓരോന്നിനും തല്ലാൻ ഓരോ വടി എടുക്കണം, എന്നാലേ ശരിയാവുള്ളൂ. ഓരോന്നിനും തല്ലാൻ ഓരോ വടി എടുക്കണം എന്നാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അതുപോലെ തന്നെയാണ് സൂര്യ, നീ എന്റെ അടുത്ത് വന്ന് കിടന്നുകൊള്ളുക. ഇന്നലെ അത്താഴ പഷ്ണി ഇട്ടവർക്ക് സർവർക്കും രാത്രിയാകട്ടെ ഈ പകൽ, രാത്രിയാകട്ടെ ഈ പകൽ. നോക്കൂ, ഇരുട്ടുരുട്ടിയെടുത്ത് വെട്ടത്തിന്റെ, വെട്ടം ഉരുട്ടിയെടുത്ത് ഇരുട്ടത്തിട്ട്, ഇരുട്ടും വെട്ടവും കൂട്ടിയെടുത്ത് അട്ടത്തിട്ട് പൊട്ടിച്ച് കളിച്ച് തട്ടിച്ച് കളിച്ചത് പണ്ട് വെട്ടത്തുണ്ടായിരുന്നു. എന്നിട്ട് അട്ടം ജയിച്ചോ, വെട്ടം ജയിച്ചോ, വെട്ടത്തുള്ളവർ ഇരുട്ട് ജയിച്ചോ. ജയിച്ചത് കളിച്ചോൻ മാത്രം. തെരഞ്ഞെടുപ്പാണ്. ആലോചിച്ച് നോക്കൂ, ഈ കാലഘട്ടത്തിൽ എത്ര പ്രസക്തമാണ്. ഇരുട്ടുരുട്ടിയെടുത്ത് വെട്ടത്തിന്റെ, വെട്ടം ഉരുട്ടിയെടുത്ത് ഇരുട്ടത്തിന്റെ, ഇരുട്ടും വെട്ടവും കൂട്ടിയെടുത്ത് അട്ടത്തിട്ട് പൊട്ടിച്ച് കളിച്ച് തട്ടിച്ച് കളിച്ചത് പണ്ട് വെട്ടത്തുണ്ടായിരുന്നു. എന്നിട്ട് അട്ടം ജയിച്ചോ, വെട്ടം ജയിച്ചോ, വെട്ടത്തിലുള്ള ഇരുട്ട് ജയിച്ചോ. ജയിച്ചത് കളിച്ചോൻ മാത്രം അല്ലെ. ജയിച്ചത് കളിച്ചോൻ മാത്രം എന്നുള്ളതാണ്. ആലോചിച്ച് എത്ര കൃത്യമായ ജീവിത നിരീക്ഷണങ്ങളിലേക്കാണ് ആ കാലഘട്ടത്തിൽ മാഷ് കടന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി വരെയുണ്ട്, ഒറ്റയ്ക്കേ പോകാവൂ ദൈവത്തെ കാണാൻ വേശ്യ സംഗമത്തിന്. അപ്പൊ എനിക്ക് വസന്തമാഷോട് പറയാനുള്ളത്, എം സുകുമാരൻ എഴുതിയതിനൊക്കെ ഡീബാർ ചെയ്തു നമ്മൾ അല്ലെ. എം സുകുമാരൻ എഴുതിയ ആ കഥയുണ്ടല്ലോ, ആ കഥയൊക്കെ പറഞ്ഞ് ഈ മനുഷ്യൻ കാവ്യരാഷ്ട്രീയത്തെ കുറിച്ച് പറയാനും ഭക്തി സംഘങ്ങളെ കുറിച്ച് പറയാനും എത്ര പേജ് എടുത്തു. മാഷ് വളരെ കൃത്യമായി പറഞ്ഞു, ഒറ്റയ്ക്കേ പോകാവൂ ദൈവത്തെ കാണാനും, കൂട്ടായിട്ട് പോകരുത്, ഭക്തസംഘങ്ങൾ ഉണ്ടാവരുത് എന്നൊക്കെ എന്റെ മാഷ് പറഞ്ഞത്. എനിക്ക് അങ്ങനെ ഒന്ന് വായിച്ചാൽ മനസ്സിലാവും. ഒറ്റയ്ക്കേ പോകാവൂ ദൈവത്തെ കാണാൻ. നിങ്ങള് കൂട്ടായി പോയി കഴിഞ്ഞാൽ കുംഭമേള ഉണ്ടാവും, പലതും ഉണ്ടാവും. അപ്പൊ അത് വേണ്ട എന്നേ മാഷ് പറഞ്ഞു, ഒറ്റയ്ക്കേ പോകാവൂ ദൈവത്തെ കാണാൻ. അപ്പോൾ ഇതിനകത്തുള്ള ഭക്തി സംഘത്തെ, അല്ലെങ്കിൽ ഭക്തി എന്ന് പറയുന്നത് ഒരു സംഘബോധമല്ല എന്നും എന്റെ വ്യക്തിപരമായ ഒന്നാണെന്നും എത്ര മനോഹരമായി മാഷ് പറഞ്ഞു വെച്ചു ഈ ആധുനിക കേരളത്തിൽ അല്ലെ. ആലോചിച്ച് നോക്കിയാൽ അത്ഭുതകരമാണ്. അപ്പോൾ ഇതെല്ലാം കുഞ്ഞുണ്ണി, ഇതിനൊക്കെ അപ്പുറത്ത് അവിടെയാണ് നമ്മൾ പറയുന്നത്. അപ്പോഴാണ് ഞാൻ മാഷെ ആലോചിച്ചത്, എസ് കെ വാസൻ മാഷ് ക്ലാസ്, കവിത എഴുത്ത് കണ്ടുപിടി, എല്ലാവരും കവിത എഴുതരുത്. കാരണം ഈ ആധുനിക കാലഘട്ടത്തില് അല്ലെ, അങ്ങനെ പറഞ്ഞു ദേഷ്യം വരും ആൾക്കാർക്ക്. കവിത എഴുത്ത് കണ്ട് കിട്ടലാണ് കവിതാ വായന കണ്ടുപിടുത്തവും അല്ലെ. മാഷ് ഈ ഫോക്ക് മാനത്ത് മിന്നണതെന്താണ്ട, അത് മേക്കാച്ചി തവളയുടെ കണ്ണാണ്ടോ, നീറ്റിൽ കിണക്കണതെന്താണ്ടോ, അത് മാനത്തെ മാണിക്യ മുത്താണ്ടോ, പെണ്ണെന്നു പറയണത് എന്താണ്ടോ, അത് പൊന്നിന്റെ മറ്റൊരു രൂപാണ്ടോ. അത് പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരുന്ന ഒരു ആന്റി ഇതല്ലേ. അല്ല, പൊന്നെന്നു പറയണത് എന്താണ്ടോ, അത് മണ്ണിന്റെ കട്ടച്ച ചോരയാണ്ടോ, താനെന്നു പറയണത് എന്താണ്ടോ, അത് തന്നെ അറിയാത്ത ഒരാളാണ്ടോ, അത് തന്നെ അറിയാത്ത ഒരാളാണ്ടോ.
താനീതു പറയുവാൻ ആരാണ്ടോ, ഇത് താനാരോ പാടുന്ന ഒരാളാണോ. നോക്കൂ, ഇതിന്റെ ഒരു ലോജിക്ക് നോക്കൂ. ഈ ഒരു ലോജിക്കിലേക്ക് മാഷ് എത്തുന്ന വിധം, അല്ലെങ്കിൽ കുഞ്ഞുണ്ണി കവിത എത്തുന്ന ജീവിതം അല്ലെ. മാഷൊരു കവിത, നല്ല ജീവിതമുണ്ടോ നല്ല ഭാഷയുണ്ടാകും, നല്ല ജീവിതമുണ്ടോ നല്ല ഭാഷയുണ്ടാകും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിനനുസരിച്ച് ആ ഭാഷ എന്ന് പറയണമെങ്കിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരെ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഇന്ന രാഷ്ട്രീയം എന്നൊന്നും പറയുന്നില്ല, പക്ഷേ രാഷ്ട്രീയ കൃത്യമായിട്ട് നിങ്ങളുടെ ജീവിതം എന്ത് എന്നുള്ളത് ഈ ഇലക്ഷൻ നിങ്ങളുടെ ഭാഷയിൽ തെളിയുന്നു എന്നുള്ളത് നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ. അപ്പൊ കുഞ്ഞിന്റെ ഭാഷ എത്ര കൃത്യമായിട്ട് പറഞ്ഞത്, നിങ്ങൾക്ക് നല്ല ജീവിതം ഉണ്ടെങ്കിൽ നല്ല ഭാഷ ഉണ്ടാകുമെന്നും നന്മയുള്ള ജീവിതം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നന്മയുള്ള ഭാഷ ഉണ്ടാവില്ല എന്നും എത്ര കൃത്യമായി അല്ലെ. ഭാഷ ചോദിക്കുന്നുണ്ട്, ഞാൻ കാലം കൊണ്ട് കളിക്കുകയോ കാലം എന്നെ കൊണ്ട് കളിക്കുകയോ കാലവും ഞാനും ഒരുമിച്ച് കളിക്കുകയോ കാലം പെൺരൂപം ചമഞ്ഞ് എന്നോടൊപ്പം കളിക്കുകയോ. ആലോചിച്ച് നോക്കൂ, മാഷ് പറഞ്ഞ വേറൊരു വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യമുണ്ട്. ജീവിതം എനിക്ക് വീട്ടുകാരിയാണ്, ജീവിതം എനിക്ക് വീട്ടുകാരിയാണ്, മരണം എനിക്ക് വിരുന്നുകാരിയാണ്, അപ്പോൾ കവിത എനിക്ക് രഹസ്യക്കാരിയാണ്. കവിത എനിക്ക് ആലോചിച്ച് നോക്ക്, അത്ഭുതമാണ്. ഈ ഒരു മനുഷ്യൻ, ഇത്രയും ചെറിയൊരു മനുഷ്യൻ തീർത്ത കാവ്യ പ്രപഞ്ചത്തിൽ നിന്നുകൊണ്ട് എത്ര തീസീസുകളാണ് മലയാള വിദ്യാർത്ഥികൾക്ക് രചിക്കാനുണ്ടാവുക. അത്ഭുതമാണ്. അത്രയും അധികം അല്ലെ. വളഞ്ഞ വഴികളിലൊക്കെയും ഈ കവി നീണ്ടു നിവർന്നു കിടക്കുന്നു. വളഞ്ഞ വഴികളിലൊക്കെയും പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, പക്ഷേ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒറ്റ കവിത. ഞാൻ പക്ഷേ ഈ പൊറാട്ട് നാടകത്തെ കുറിച്ച് സംഗീത നാടക അക്കാദമിയുടെ ഇതിൽ ലേഖനം എഴുതിയപ്പോൾ ഞാൻ കുഞ്ഞിനി മാഷ്ട വരിയാണ് കോട്ട് ചെയ്തത്. പാണത്തൂരുണ്ടായിരുന്നു പണ്ടൊരു പാണൻ, പെരുമ്പാണൻ, പാട്ടൊന്നും പാടാതെ പാട്ടിയെ കെട്ടാതെ പട്ടുമുടുത്തു നടന്ന പാണൻ. കാണുന്നോർ ചോദിക്കും, പാണനോട് എന്താണ് പാണാ നീ പാട്ടൊന്നും പാടാതെ പാട്ടിയെ കെട്ടാതെ പട്ടുമുടുത്തു നടന്നിരുന്നു. പാണൻ പറയും, പറഞ്ഞതും പണ്ടു ഞാൻ കെട്ടിയ പാട്ടിയാണല്ലോ ഈ ഞാൻ, പണ്ട് ഞാൻ കെട്ടിയ പാട്ടിയാണല്ലോ ഈ ഞാൻ. അതാണ് ഞാൻ പറഞ്ഞ ഈ LGBT ഒക്കെ സ്ട്രക്ചർ എവിടെയാ കിടക്കണേ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പുറത്ത് കാണുന്ന ഇതിലൊന്നും അല്ല. പണ്ടു ഞാൻ കെട്ടിയ പാട്ടിയാണല്ലോ ഈ ഞാൻ, പണ്ടു ഞാൻ പാടിയ പാട്ടല്ലേ മാളോരി നിങ്ങളെല്ലാം, പണ്ടു ഞാൻ പാടിയ പാട്ടല്ലേ മാളോരി നിങ്ങളെല്ലാം. പിന്നെയുള്ളതൻ മാളോരെ ഈ പാണൻ പട്ടുമുടുത്തു നടപ്പതല്ലേ, അത് കാണാൻ നിങ്ങൾക്ക് വയ്യെന്നാണെങ്കിൽ പാണത്തൂർ പാണന്റെ പാട്ടിത് പട്ടല്ലെന്ന് ആണയിട്ട് പറഞ്ഞു നടന്നുകൊണ്ട് ഓങ്കാരം മൂളിയിട്ടിരുന്നോ. ഇതൊരു ശക്തിയാണ്. വാക്കിനോളം തുകമില്ലി കുക്കൻ ഭൂമിക്കു പോലുമേ എന്നുള്ളതാണ്. ഒരുപക്ഷെ അല്പം സ്വകാര്യതയിലേക്ക് കടന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ഈ ചേർപ്പ് ഭാഗത്തു നിന്നാണ്. അപ്പോ ആ വിവാഹത്തിന് മുമ്പ് തന്നെ കുഞ്ഞിനി മാഷെ കാണാൻ തൃപ്രയാർക്ക് എൻ്റെ വളരെ ചെറുപ്പകാലങ്ങൾ തൊട്ട് കുഞ്ഞിനി മാഷെ കാണാൻ ഞാനിങ്ങനെ പോകും. പലതവണ അവിടെ പോയി മാസ്റ്ററൊപ്പം ഭക്ഷണം കഴിക്കും, മാസ്റ്ററൊപ്പം യാത്രകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പല അനുഭവങ്ങളും മാസ്റ്ററൊപ്പം ഉണ്ടായിട്ടുണ്ട്. അപ്പോ അതിനിടയിൽ ഈ പവർ കട്ടുള്ള സമയമാണ്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ മാഷ് ഈ ട്യൂബ് ഇട്ടിട്ടുണ്ട്, യൂറിൻ ട്യൂബ് ഇട്ടിട്ട് മാഷ് ഒരു ബക്കറ്റ് പിടിച്ചിട്ട് ആ രാത്രി ആ ഇരുട്ടത്തായിരിക്കും. ലൈറ്റ് പോയാൽ മാഷ് അവിടെ ഇരിക്കും. തൃപ്രയാർ ഇറങ്ങി വലപ്പാടുന്ന് ഞാനൊരു ഓട്ടോ പിടിച്ച് വലപ്പാട് മാഷിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ മാഷ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ചില വരികളുടെ അർത്ഥം. ബസ്സെത്താത്തൊരു ബദ്ധപ്പാടിൽ എനിക്ക് ഒട്ടുപോലും എത്തേണ്ടതില്ല, ഞാൻ എന്നും എത്തേണ്ടതില്ല, എനിക്ക് എവിടെയും എത്തേണ്ടതില്ല എന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം അല്ലെ. അതാണ് വിജയ മാഷ് പുസ്തകത്തിന്റെ അവതാരികയിലും കുഞ്ഞിനി മാഷിനെ കുറിച്ച് പറയുമ്പോൾ ഒരു സെൻ സന്യാസിയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഒരു സെൻ സന്യാസിയുടെ വീട്ടിൽ, ബുദ്ധിസ്റ്റ് വീട്ടില് കള്ളൻ കയറി എല്ലാം എടുത്തുകൊണ്ടുപോയി. എല്ലാം എടുത്തുകൊണ്ടുപോയപ്പോൾ ഇദ്ദേഹം ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, നിലാവിനെ കള്ളൻ കട്ടുകൊണ്ടുപോയില്ലല്ലോ, നിലാവിനെ കള്ളൻ കട്ടുകൊണ്ടുപോയി. ഈ ദർശനമായിരുന്നു ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുണ്ണിക്ക് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അപഹരിക്കപ്പെടാൻ കഴിയാത്ത അല്ലെ. ഈ ഗോകർണത്തെ എവിടെയോ വെച്ച് മാഷ് ഈ കർണാടകയിൽ ഒരു ബസ്സിൽ ഇരിക്കുന്ന സമയത്ത് ഒരാള് വന്ന്, മാഷ് കമണ്ടോയിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, അപ്പൊ മാഷ് കുടിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോ ഒരാള് വന്നിട്ട് മാഷോട് പറയുന്നുണ്ട്, നഗ്നനാരായണൻ എന്ന് മാഷ് പറഞ്ഞു. അപ്പൊ മാഷ് പറയുകയാണ്, സത്യം പറഞ്ഞ കോണകമെടുത്ത്, തമിഴ്നാട്ടിൽ പോലും കാണില്ല, കോണകമെടുത്ത് കൃഷി ചെയ്യുന്ന സ്ഥലമാണ് കർണാടക.
അവിടെ നിന്നൊരാൾ എന്നെ നഗ്നനാരായണൻ എന്ന് വിളിക്കണമെങ്കിൽ, പക്ഷെ ചിന്തിച്ച വിധം ആലോചിച്ച് നോക്കൂ. അവിടെ നിന്ന് ഒരാൾ ബസ്സിലിരിക്കുന്ന വെറും ഈ മുട്ടുവരെ മുണ്ടെടുത്ത് ഷർട്ട് ധരിക്കാത്ത എന്നെ നഗ്നനാരായണൻ എന്ന് വിളിക്കണമെങ്കിൽ ആ വിളിയിൽ എന്തോ വലിയൊരു സംഗതിയുണ്ട്. അതുകൊണ്ട് ആ വിളി എൻ്റെ മനസ്സിന്റെ വിഭൂതിയിൽ ഞാൻ ഇപ്പോഴും സൂക്ഷിക്കുന്നു എന്നാണ് മാഷ് പറഞ്ഞത്. ഇങ്ങനെ പറയുകയാണെങ്കിൽ മാഷയെ കുറിച്ച് ഒരുപാട് കഥയുണ്ട്. പക്ഷേ ഞാൻ ആ കഥകളിലേക്കൊന്നും കടക്കുന്നില്ല. ഞാനിവിടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് ഇതുവരെ ഞാൻ ചിന്തിക്കാത്ത, എന്നാൽ ഈ കാലഘട്ടത്തോട് ബന്ധപ്പെടുത്തിയിട്ട് കുഞ്ഞുണ്ണി മാഷ് എന്ത് എന്നും കുഞ്ഞുണ്ണി മാഷ് എഴുതിയ കവിതകളുടെ ഇൻസൈറ്റ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഇൻസൈറ്റ് അതിപ്പോഴും നമുക്ക് ചർച്ചാ വിഷയമാണ്. നമ്മൾ എത്രമാത്രം ചിന്തിച്ചാൽ പോലും എനിക്കറിയുന്നില്ല, ഇന്ന് പണ്ട് വിഷ്ണു ഇന്ന് വിഷാണു, പണ്ട് വിഷ്ണു ഇന്ന് വിഷാണു. ഒരു വാക്കിന്റെ, ഒരു അക്ഷരത്തിന്റെ, ഒരു ചില്ലിന്റെ വ്യത്യാസത്തിലാണ് മാഷ്ട കവിതകൾ പലതും. പക്ഷേ ആ ഒരു ചില്ലിന്റെ, ഒരു അക്ഷരത്തിന്റെ വ്യത്യാസത്തിൽ മാഷ് പ്രാസം ഉണ്ടാക്കുകയായിരുന്നില്ല, പ്രാസം ഒപ്പിക്കുകയായിരുന്നില്ല. മറിച്ച് ജീവിതത്തെ കുറിച്ച് ആഴമേറിയ കാഴ്ചകൾ, തത്വചിന്തയ്ക്ക് അപ്പുറമുള്ള ഭൗതിക ജീവിതത്തോട് ഇന്ററാക്ട് ചെയ്തുകൊണ്ട് ഏറ്റവും ശക്തമായി ഭൗതിക ജീവിതത്തെ എക്സ്പ്ലോർ ചെയ്ത ഒരു സന്യാസിയായിരുന്നു അല്ലെ. ഒരു സന്യാസിയും കാമുകനുമായിരുന്നു അല്ലെ. ഒരേ സമയം സന്യാസിയും കാമുകനുമാവുക എന്നുള്ളതാണ്. മാഷെ കണ്ടാൽ നമുക്ക് ഒരിക്കലും കാമുകനാണെന്ന് പറയാൻ തോന്നില്ല. പക്ഷേ മാഷിന്റെ കാമം അടങ്ങാത്ത കാമമാണെന്ന് മാഷ് പല സ്ഥലത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ അടങ്ങാത്ത കാമമുള്ള ഒരു കവിയുടെ എഴുത്തുകളായി കുഞ്ഞുണ്ണി കവിതകൾ തീർച്ചയായും ഭാവിയിൽ വായിക്കപ്പെടും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കുഞ്ഞുണ്ണി മാഷയെ കുറിച്ചൊരു പുതിയ രീതിയിൽ ചിന്തിക്കാനുള്ള ഒരു സ്പേസ് തന്ന, അങ്ങനെ തന്നെ ഞാൻ പറയാം, ഒരു സ്പേസ്. ഇതില്ലെങ്കിൽ ഞാൻ വലിയൊരു മടിയനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. താങ്കൾ ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ കുഞ്ഞിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കില്ലായിരുന്നു. ഈ ശാസ്ത്രം പഠിച്ചതിന്റെ ഒരു ഗുണമാണ് ഇതൊക്കെ. ഭാഷ മാത്രം പഠിച്ചിരുന്നുവെങ്കിൽ, ഞാൻ അങ്ങനെ കമ്പയർ ചെയ്ത് പറയില്ല, ഒരുപക്ഷെ ഭാഷ മാത്രം ഞാൻ പഠിച്ചിരുന്നുവെങ്കിൽ, മാത്തമാറ്റിക്സ് പഠിക്കാത്ത ഒരാളായിരുന്നുവെങ്കിൽ ഞാൻ മറ്റൊരു ഫോർമുലയ്ക്ക് ശ്രമിക്കില്ലായിരുന്നു, മറ്റൊരു സൂത്രവാക്യത്തിന് ശ്രമിക്കില്ലായിരുന്നു. ഇത് മറ്റൊരു സൂത്രവാക്യമാണ്. കുഞ്ഞിനെ കുറിച്ച് വേറെ ഇതുവരെ ഇല്ലാത്ത ഈ തത്വചിന്താപരമായ അല്ലെങ്കിൽ കുട്ടിക്കവി അല്ലാത്ത ഒരു കുഞ്ഞുണ്ണിയുണ്ട്. ഒരു കുഞ്ഞുണ്ണിക്ക് ഏറ്റവും ആഴത്തിലുള്ള ഒരു സർഗാത്മക സവിശേഷതയുണ്ട് എന്നുള്ളതാണ്. അത് ഇപ്പോഴും ഞാൻ പറഞ്ഞതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല കേട്ടോ. ഞാൻ വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഈ ഒരു ഇൻസൈറ്റ് അല്ലെങ്കിൽ വാട്ട് ഈസ് റിയൽ കുഞ്ഞുണ്ണി എന്നുള്ളത് ഇപ്പോഴും നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യമാണ്. തിരുവള്ളുവരെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന സെൻ കവികളെ കുറിച്ച് ചിന്തിക്കാം, അങ്ങനെ പലരെ കുറിച്ച് ഹൈക്കു കവികളെ കുറിച്ച് ചിന്തിക്കാം. പക്ഷെ അതിനൊക്കെ അപ്പുറത്തും ഈ കുഞ്ഞുണ്ണി മാഷ് ഒരു അത്ഭുതമായി മലയാളത്തിൽ നിലനിൽക്കുന്നു എന്ന് പലപ്പോഴായി എന്നെ ബോധ്യപ്പെടുത്തിയ ഒരുപാട് മനുഷ്യരുടെ കൂട്ടത്തിൽ ഇപ്പോൾ എൻ്റെ ചിന്തകൾ ഇത്തരത്തിലേക്ക് കൂടി മാറ്റിയെടുത്തതിന് നന്ദി, നമസ്കാരം.